സജീവ രാഷ്ട്രീയത്തിൽ നിന്നും തൂത്തെറിയാൻ നോക്കിയ ഒരു കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം. ഇന്നലെ തലസ്ഥാന നഗരിയിൽ ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ രാഹുൽ വീണ്ടും എത്തി. തന്റെ രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ പറയാമോ അങ്ങനെയൊക്കെ പറയാം. ഇതിലൂടെ വീണ്ടും ജനസ്വീകാര്യനും ജനകീയനുമായി മാറുകയാണ് രാഹുൽ. എന്നാൽ കുത്തിത്തിരിപ്പൻ റിപ്പോർട്ടർ ചാനൽ രാഹുൽ വന്നതുകൊണ്ടാണ് ഉദ്ഘാടകനായ VD സതീശൻ സമരപ്പന്തലിൽ എത്താത്തത് എന്നൊക്കെ പറയുകയും ഈ ചോദ്യവുമായി മാങ്കൂട്ടത്തിലിന്റെ വായിൽ മൈക്ക് തിരുകുകയും ചെയ്തു. കൂട്ടത്തിൽ രാഹുലിന്റെ പഴയ ഓഡിയോയും മസാല കഥകളും കൂടി റിപ്പോർട്ടർ ചോദിച്ചു. ഒന്നും നോക്കിയില്ല. ഈ കുത്തിത്തിരിപ്പൻ റിപ്പോർട്ടർ ചാനലിന് തരുന്ന ശമ്പളം എത്രയാ ചങ്ങായി എന്ന ഒറ്റ ചോദ്യം. വീണ്ടും പിന്നാലെ കൂടിയ റിപ്പോർട്ടറെ ഒറ്റയടിക്ക് പുറത്താക്കുന്ന മാങ്കൂട്ടത്തിലിനെയാണ് ഇന്നലെ കാണാനായത്. മാങ്കൂട്ടത്തെ ഇപ്പോ ജയിലിലടയ്ക്കും, MLA സ്ഥാനം രാജിവെക്കും, ക്രൈംബ്രാഞ്ചിന് ചാക്ക് കണക്കിന് തെളിവ് കിട്ടി എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടറിന്റെ ബിഗ് ബ്രേക്കിംഗ്. പക്ഷേ ആ വീഡിയോ തെളിവൊക്കെ എവിടെ? അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തോട്ടിട്, എന്നിട്ട് മതി നിന്റെ ചോദ്യവും പറച്ചിലും എന്ന് പറഞ്ഞ് റിപ്പോർട്ടറെ ആട്ടി ഓടിക്കുന്ന മാങ്കൂട്ടത്തിലിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സന്തോഷം പങ്കുവെക്കാൻ, ദുഃഖം പങ്കുവെക്കാൻ, എല്ലാത്തിനും ഒരു വേദിയായി ഒരുങ്ങിയെന്ന് ഞങ്ങൾ വലിയൊരു കുടുംബമായി കഴിഞ്ഞ 8 മാസമായി കഴിഞ്ഞ ഈ സ്ഥലം ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളുണ്ട്. അതിന് മാത്രം ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളാം കേട്ടോ. രാവിലെ എന്തൊരു രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? ഒരു പെൺകുട്ടിയുടെ ശബ്ദ സംരക്ഷണം മറുപടി അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. അഞ്ജനയുടെ കേസ് എന്തായി? അത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. ആശമാരുടെ സമരത്തെ പറ്റി പറയാം. നിങ്ങൾക്ക് ആ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യം ഉണ്ടെന്നറിയാം. അതുകൂടെ അല്ല, ഞാൻ ചൂടായില്ല, കൂളാണ്. അയ്യോ എന്റെ പോലീസ് രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടറിന് പ്രത്യേക ശമ്പളം ഉണ്ട്. അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ ചങ്ങാതി? അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCCയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അല്ല, ഞാൻ അറിഞ്ഞില്ല, സ്വാഭാവികം അല്ല. എന്റെ ചങ്ങാതി നിങ്ങളുടെ കുത്തിത്തിരിപ്പ് നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. അത് വിട. ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട്, അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ 1000 രൂപ കൂട്ടിയത് കൊണ്ട് എല്ലാം ആയി എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റോ ആണ് ആശാവർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അപ്പോഴും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം. അപ്പോൾ ഇപ്പൊ 1000 രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്ക് റോൾ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം? അത് ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളാം കേട്ടോ. രാവിലെ എന്തൊരു രാവിലെ എങ്ങനെ ഇത് കഴിയുന്നത്? ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അല്ല, രാവിലെ ഇതിന് പ്രത്യേക ശമ്പളം ഉണ്ടാ? അഞ്ജനയുടെ കേസ് എന്തായി? ഒരു പെൺകുട്ടിയുടെ ശബ്ദ സംരക്ഷണം മറുപടി അല്ല, ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യില്ല. അഞ്ജനയുടെ കേസ് എന്തായി? അത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അല്ല, രാവിലെ റിപ്പോർട്ടർ ഒന്ന് മാറിയുന്നേ. അല്ല, നിങ്ങൾ മാറിക്കൂ, ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാൻ താല്പര്യമല്ലോ. അദ്ദേഹം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചത്? അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് എത്തിയത്? ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഔന്നത്യത്തെപ്പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ്
VD സതീശൻ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് കാണാൻ നോക്കണ്ട. ആശാ വർക്കർമാരെ പറ്റി നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞ പാലക്കാട്ട് അജിത്തിനോട് ചോദിച്ചാൽ എന്നെ എപ്പോഴും കാണാറുണ്ട്. താങ്കളുടെ എല്ലാ ഓഡിയോ എന്നുള്ള ഇതിൽ തന്നെയാണ്. ഞാൻ എനിക്ക് ട്രെയിനുണ്ട് സഹോദര. ഞങ്ങളൊക്കെ ഞാൻ ഇവിടെ വരുന്ന എല്ലാ പരിപാടിക്കും പ്രസംഗിച്ചിട്ടല്ല പോകാറുള്ളത്. അവരോട് ചോദിച്ചാൽ ഞാൻ പ്രസംഗിക്കാതെ എത്രയോ തവണ പോയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കൺവീനിയൻസ് കൂടിയില്ല. ഇപ്പൊ അങ്ങേക്ക് എവിടെയെങ്കിലും പോകണം, അങ്ങേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് അതെല്ലാം പറഞ്ഞിട്ട് ട്രെയിനിന്റെ ടൈമെല്ലാം തന്നിട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. പക്ഷെ അതുകൊണ്ട് ആശാസമരത്തിന്റെ മെറിറ്റ് കുറയുന്നില്ലല്ലോ. ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന് അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചത്. അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഔന്നത്യത്തെപ്പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് VD സതീശൻ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് കാണാൻ നോക്കണ്ട.